ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ആക്റ്റീവ 16 വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ്. അതിനകത്ത് നമുക്ക് നിലവിൽ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞേക്കണത് ഫുഡ് ട്രസ്റ്റ് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ബാക്കിലത്തെ ഫുഡ് ട്രസ്റ്റ് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് ചെക്കപ്പ് ലെഫ്റ്റ് സൈഡ് ബാക്ക് ബ്രേക്ക് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. സ്പീഡോമീറ്റർ കേബിൾ വർക്കിംഗ് അല്ല, ബൾബ് സ്പീഡോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ബൾബ് തെളിയുന്നില്ല. അതേപോലെ തന്നെ ഫോർക്കിൻ്റെ സൈഡ് ഓയിലിലേക്ക് വളവിൽ തെന്നി പോണത് പോലെ ഒരു കംപ്ലൈൻറ്റ്, അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം ഓയിൽ ലീക്കൊക്കെ ആയിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. ജനറൽ സർവീസിന് വേണ്ടിയിട്ട് അയച്ചതാണ്. അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നോക്കി നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ ഇതുമേ ലൈൻഡർ കിടക്കുന്നത് പുതിയ ലൈൻഡറാണ്. പക്ഷേ കമ്പനി ലൈൻഡറല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് ആ ബ്രേക്ക് കറക്റ്റായിട്ട് കിട്ടാത്തതിൻ്റെ ഒരു റീസൺ കേട്ടോ. പറയാൻ കാരണം വെച്ചാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗമൊന്നും ബ്രേക്ക് ലൈൻഡർ ഹബിനകത്ത് പിടിക്കല്ല. അതുകൊണ്ട് തന്നെയാണ് ആ ചതഞ്ഞ പോലെ ബ്രേക്ക് കിട്ടാനായിട്ട് ദിവസം ഈ സൈഡ് മാത്രമേ പിടിക്കുന്നുള്ളൂ. ഹബിൽ ക്ലിയറായിട്ട് പിടിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രോബ്ലം കേട്ടോ. പുതിയ ലൈൻഡറാണ്, പക്ഷേ നമുക്കൊരു ഉപകാരമില്ലാത്ത കണ്ടീഷനിലൊക്കെ കിടക്കണം. അത് മാറ്റിയിട്ടാലാണ് ബ്രേക്കിൻ്റെ കേസ് കറക്റ്റ് ആവുള്ളൂ. ഇത് ഇതേപോലെ തന്നെ റിട്ടേൺ തരാം. ഇത് ഏതെങ്കിലും പഴയ വണ്ടി വേറെ ഏതെങ്കിലും പഴയ വണ്ടികൾക്കിട്ട് ഉപയോഗിച്ച് തീർക്കാനേ പറ്റുള്ളൂ. പഴയ മോഡൽ ബൈക്ക് വണ്ടിക്കൊക്കെ ഉപയോഗിക്കാം, തൽക്കാലം ഉപയോഗിച്ച് തീർക്കാം, അതാ പറ്റുള്ളൂ. നമ്മുടെ വണ്ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഹബ്ബ് കംപ്ലൈൻറ്റ് വരും. പിന്നെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് നമ്മൾ. പിന്നെ അത് ഈ സൈഡിൽ ചെറിയൊരു ഓയിൽ ലീക്കിൻ്റേതായിട്ടുള്ള നനവ് പോലെ തുടങ്ങിയിട്ടുണ്ട്. അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഓയിൽ ലീക്കിൻ്റെ ആണ്. അത് നിലവിൽ ഇപ്പോൾ പ്രശ്നമില്ല. കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് വരാണെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിലൊക്കെ നമുക്ക് അഴിച്ച് ഓയിൽ സീൽ മാറ്റേണ്ടതായിട്ട് വരും. ആ ഓയിൽ ലീക്കിൻ്റേതായിട്ടുള്ള പ്രോബ്ലം ഇവിടെ ഇങ്ങനെ ചെളി പിടിച്ചിരിക്കുന്നതിൻ്റെ കാരണം കേട്ടോ. പിന്നെ നിലവിൽ ബാക്ക് ടയർ അത്യാവശ്യം ഏകദേശം അതിൻ്റെ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് ഓടിക്കുക. കാരണം എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഉള്ളു കട്ട. സൈഡിലെ കട്ട നോക്കണ്ട, സെൻട്രൽ ഇതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്ക്. സൈഡ് ടയർ വെയർ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതിനോട് ലെവലായിട്ടുണ്ട്. ഹബിന് നിലവിൽ ഇപ്പോൾ വേറെ കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല. കാരണം ലൈൻഡർ ഇട്ടിട്ട് കാര്യമായിട്ട് ഓടിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ലൈൻഡർ മാറ്റിയിടുന്നതായിരിക്കട്ടെ സേഫ്. നമ്മളിപ്പോൾ അത് നോക്കിയിട്ട് ആ ലാഭം നോക്കണ്ട. അതല്ലെങ്കിൽ നമ്മൾ ആ ഹബ്ബ് കംപ്ലയിൻറ്റ് വന്ന് പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ അഴിച്ചു നോക്കിയതാണ്. എയർ ഫിൽറ്ററൊക്കെ ഫുൾ പൊടി കയറിയിട്ട് മൊത്തം ബ്ലോക്കാണ്. കറക്റ്റായിട്ട് സർവീസിങ്ങിൽ എനിക്ക് തോന്നുന്നു പീരീഡ് സർവീസ് കറക്റ്റായിട്ട് ചെയ്യുന്നില്ലാത്തതുകൊണ്ടായിരിക്കാം ഈ കണ്ടീഷനിലേക്ക് വന്നേക്കണത്. ഇത്രയും പൊടിയൊക്കെ പിടിച്ചിരുന്ന് ഓടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മൈലേജൊക്കെ ഒരുപാട് ഷോർട്ട് പോവും. അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലം വരും. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓയിൽ ലീക്ക് നല്ല രീതിയിലുണ്ട്. ഇവിടെയൊക്കെ മൊത്തം ഓയിൽ ലീക്കാണ് ഈ കാണുന്നത് കേട്ടോ. ഈ സൈഡിൽ കൂടെ ഒഴിയേക്കണതാണ്. ഇവിടെ ഓയിൽ ലീക്കായിട്ട് ഈ സൈഡിൽ കൂടെ ഓയിൽ താഴേക്ക് ഒഴുകി വന്നതിനാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എൻജിൻ ഓയിലിനകത്ത് ഫില്ല് ചെയ്തതിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ ഞാൻ ഇതിന് ഓയിൽ ഊറ്റി നോക്കിയതാണ് യന്ത്രത്തിൽ. പുതിയ ഓയിലാണെന്ന് പറഞ്ഞത്, കാരണം കാര്യമായിട്ട് ഓടിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിൻ്റെ അളവ് നോക്കുമ്പോൾ ഒരുപാട് കൂടുതലായിട്ട് കാണാം. ഇപ്പോൾ ഊറ്റുമ്പോൾ തന്നെ ഏകദേശം ഒരു 750 മില്ലിയുടെ അടുത്ത് ഓയിൽ നിൽക്കുന്നുണ്ട്. ശരിക്കും ഇതിനകത്ത് 600 മില്ലി കൂടുതൽ ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ആ ഓയിൽ കൂടുതൽ ഒഴിച്ചേക്കണം കൊണ്ട് തന്നെയാണ് ഈ ഓയിൽ സീലൊക്കെ ഇവിടെ തള്ളി പോകുന്നത്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യണ ആ പ്രഷർ കട്ടി കുറഞ്ഞ ഭാഗം തള്ളി പുറത്തേക്ക് വരും. അത് ശരിക്കും ഓയിൽ സീലിൻ്റെ ഭാഗത്താണ് ആ റബ്ബറിൻ്റെ ഒരു സീൽ കട്ടി കുറവ് തന്നെ. ആ ഭാഗം അതുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് ഓയിൽ തള്ളി പുറത്തേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ആ ഓയിൽ കറക്റ്റ് ലെവലാക്കിയിട്ട് ഒഴിച്ചേക്കാം. ഇതിൻ്റെ ഓയിൽ ഒഴിക്കുമ്പോൾ പരമാവധി നോക്കാം 600 മില്ലി കൂടുതൽ ഒരു കാരണവശാലും ഒഴിക്കരുത്. 600 മില്ലിയാണ് അതിൻ്റെ കപ്പാസിറ്റി. ഓയിൽ തന്നെ കറക്റ്റ് ലെവലാക്കിയിട്ട് ഓയിൽ ഒഴിച്ചേക്കാം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഈ ഓയിൽ സീൽ ഓറിങ് കാര്യങ്ങളൊക്കെ മാറ്റി ഫുൾ ക്ലീൻ ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് ഫുള്ള് പൊട്ടിയിരിക്കുന്നുണ്ട്. അത് ഈ ഭാഗമൊക്കെ മൊത്തം പൊട്ടി. ഇതിവിടെ നിന്നൊക്കെ ഒരു കട്ട എടുത്ത് പോയിട്ടുണ്ട്. ഈ സൈഡിൽ നിന്നൊക്കെ ഒരു കട്ട പൊളിഞ്ഞു പോയി. എങ്ങനെയൊക്കെയോ ഓടി എത്തിയതാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിങ്ങനെ പറഞ്ഞാൽ പൊളിയുമ്പോഴത്തേക്കും ബാക്കിയത്തേക്ക് തന്നെ പെട്ടെന്ന് പോകേണ്ടതാണ്. ഇതിപ്പോൾ മാറ്റിയിട്ടാലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. കാരണം വെച്ചാൽ CVT ക്ലച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഭാഗത്ത് ഓയിലോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളത് മാനുവലായിട്ട് തന്നെ അഴിച്ച് ഗ്രീസ് ചെയ്ത് വിടേണ്ടതാണ്. അപ്പോൾ അതിന് തേമാനം ഉണ്ടെങ്കിൽ നമ്മൾ തേമാനമുള്ള പാർട്സുകൾ ജസ്റ്റ് ഒന്ന് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കറക്റ്റായിട്ട് നോക്കാത്തതുകൊണ്ട് തന്നെ മിസ്റ്റേക്ക് എന്താ വെച്ചാൽ ഈ പീസ്ലൈഡ് കംപ്ലീറ്റ് വന്നിട്ടുണ്ട്. ഈ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡൊക്കെ ചെറിയൊരു പൊട്ടൽ പോലെ വന്നിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം. അത് വന്നിട്ട് ഈ പ്ലേറ്റ് മേക്ക് കയറി ടച്ചായിട്ട് ഇവിടെ 1-2 ഭാഗത്ത് കട്ടായേക്കാണ്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നോലെ പീസ്ലൈഡ് നമുക്ക് മാറ്റിയിടാം. പക്ഷേ ഇത് വലിയ ലൈഫ് ഉണ്ടാവില്ല. കുറച്ചും കൂടി ഓടിച്ചിട്ട് മാറ്റിയാലും മതി. ഈ സാധനം തൽക്കാലം മാറ്റിയിടാം. ബാക്കിലത്തെ ക്ലച്ച് പുള്ളിയുടെ അവസ്ഥ ഇതാണ്. ഫുള്ള് തുരുമ്പും പൊടിയും കാര്യങ്ങളൊക്കെയാണ്. ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഈ വീലുകൾക്ക് കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. പിന്ന് മാത്രം മാറ്റി നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. ക്ലച്ച് ഷൂവിൻ്റെ അവസ്ഥയും നോക്കുമ്പോൾ അത്യാവശ്യം ഇതിൻ്റെ ഉള്ളിൽ ആ പൊടി ഉള്ളതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് അഴിച്ച് ക്ലീൻ ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യമാണത്.
ക്ലച്ച് ഷൂവിനൊക്കെ ഇവിടെ അത്യാവശ്യം സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. ആ സ്ക്രാച്ച് വന്നേക്കുന്നത് ക്ലച്ച് ഔട്ടറിനകത്ത് സ്ക്രാച്ച് വന്നേക്കുന്നതുകൊണ്ട് ഈ ക്ലച്ച് ഔട്ടറിൻ്റെ അവസ്ഥ ഇതാണ്. അത് നമ്മൾ ലേത്തി കൊടുത്തിട്ടൊന്ന് പോളിഷ് ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഈ ക്ലച്ച് ഷൂ നിൽക്കില്ല, പെട്ടെന്ന് പറഞ്ഞു തരം കൊണ്ട് പോകും. 1000-1200 വിലയുള്ള സാധനമാണ്. അത് നമുക്ക് എപ്പോഴും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യാൻ തുടങ്ങി തേയ്മാനം വന്ന സംഭവമാണത് കേട്ടോ. അപ്പോൾ അതൊന്ന് കൂട്ടത്തിൽ കൂടെ ക്ലിയർ ചെയ്ത് കൊണ്ട് അത്യാവശ്യമാണ്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് എൻ്റെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്ക് ഉണ്ട്. ഇവിടെ ഓയിൽ ലീക്കായിട്ട് മൊത്തം പുറത്തേക്ക് ഇങ്ങനെ പതുക്കെ ചാടി തുടങ്ങി. അതിൻ്റെ മെയിനായിട്ട് റീസൺ ഒന്ന്, നമുക്ക് ഈ സ്കൂട്ടർ മോഡലിന് ഹെഡിൻ്റെ ഭാഗത്ത് ലീക്ക് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കവറിങ് ടൈപ്പാണ്, അതിൻ്റെ ഉള്ളിൽ ഓവർ ഹീറ്റിങ്ങിൻ്റെ ഭാഗമാണ്. അത് കൂടാതെ കൂടി അതിൻ്റെ ഇടയിലാണ് ഈ ഓയിൽ നമ്മൾ കൂടുതൽ ഒഴിച്ചേക്കുന്നത്. അപ്പോൾ അതും അതിൻ്റെ ഒരു കാരണമാണ്. അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റി ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് പുതിയ ബാറ്ററിയാണ്, 2024 മോഡൽ ആമറോണിൻ്റെ ബാറ്ററി ഇരിക്കണേ. പുത്തൻ ബാറ്ററിയാണ്. എന്നാൽ പോലെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. വോൾട്ടൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ബാറ്ററി ടെസ്റ്റ് ചെയ്യുമ്പോഴും നിലവിൽ ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണം കേട്ടോ, വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ സ്പീഡോമീറ്റർ കേബിൾ പോയേക്കണമെന്നാണ് എൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്പീഡോമീറ്റർ കേബിൾ ചേഞ്ച് ചെയ്യാനുണ്ട്. അതേപോലെ ഫോർക്ക് ലീക്കിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു പൈപ്പ് സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ ഈ ഒരു ഫോർക്ക് പൈപ്പ് മാറ്റണം, അതിൻ്റെ ഓയിൽ മാറ്റി കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഫ്രണ്ട് ബ്രേക്കൊക്കെ ലൈൻഡർ കമ്പനി ലൈൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറിന് കിടക്കണേ. ബാക്കിലത്തെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളൂ, ഇത് കമ്പനി ലൈൻഡർ തന്നെയാണ്. ഇതപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് ക്യാമൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഈ സ്പാർക്ക് പ്ലഗും കൂടി കൂട്ടത്തേക്ക് ഒന്ന് മാറ്റിയിടണം. കാരണം എന്ന് വെച്ചാൽ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ മാറ്റേണ്ട ഒരു പാർട്ട് കൂടിയാണത്. അപ്പോൾ ഇത്രയും ഭാഗം ചെയ്യുമ്പോൾ ഏകദേശം എത്ര നമുക്ക് ചിലവ് വരുന്നുണ്ട്, അതായത് പാർട്സുകളുടെയും സർവീസ് ചാർജും എല്ലാം അടക്കം എത്ര വരുന്നുണ്ടെന്നുള്ളത് നോക്കിയിട്ട് ഒരു എസ്റ്റിമേറ്റ് ആകാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം, എത്ര വരുമെന്ന് ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള പീരിയോഡിക് സർവീസ് കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. ഈ മോഡൽ പഴയ മോഡൽ ആക്റ്റീവൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് ഒരുപാട് സാമ്പത്തിക ചിലവുണ്ടാവും. കറക്റ്റായിട്ട് ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ വളരെ മെയിൻ്റനൻസ് കുറവുള്ള വണ്ടിയാണത്. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഫുഡ് ടെസ്റ്റ് ഡേസ് പറഞ്ഞിട്ടുണ്ടാവും, ഇത് നമുക്ക് പിടിപ്പിക്കൽ നടക്കില്ല. ഒന്നാമത് മാറ്റി വയ്ക്കുക, അതല്ലെങ്കിൽ ഈ സാധനം അഴിച്ച് കളയാനാണ് നല്ലത് കേട്ടോ. അപ്പോൾ പുതിയത് വെക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇത് അഴിച്ച് കളയുക. കാരണം ഈ സൈഡിൽ ഇങ്ങനെ ഒരു കമ്പി പോലെ നിൽക്കുന്നത് ഡേഞ്ചറാണ്. പിടിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അഴിച്ച് മാറ്റാനായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.